ജയിച്ചു. താങ്ക് യു. വീട്ടിട്ട് നമ്മൾ ജയിച്ചു. ശാസ്തമംഗലത്തെ പുതിയ കൗൺസിലർ അതും ഇപ്പോൾ ആർ ശ്രീലേഖ ചേരുന്നുണ്ട്. വലിയ വിജയമാണ് ഈ വിജയം. എന്തിന്റെ സൂചനയാണ്? അധികാരത്തിലേക്ക് എത്താൻ ഇനി കുറച്ചുകൂടി സീറ്റ് വേണം. അത് ലഭിക്കുമെന്ന് എല്ലാം കിട്ടും. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും കിട്ടും. NDA BJP ആണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത്. മേയർ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടോ? അറിയില്ല. പാർട്ടി എന്തായാലും കൊട്ടിക്കലാശത്തിൽ വലിയ ആഘോഷമായിരുന്നു. ശ്രീലേഖ നൃത്തം ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. ആ ആഘോഷമൊക്കെ അങ്ങനെ തന്നെ സാധൂകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അതൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ BJPയുടെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിലെ കോർപ്പറേഷൻ, അതും തലസ്ഥാനത്തെ കോർപ്പറേഷൻ. പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഒരു BJPയുടെ മേയർ, അത് VV രാജേഷ് ആണോ ആർ ശ്രീലേഖയാണോ, എന്തായാലും 40ലേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത്. അല്ല, പ്രതിപക്ഷ നേതാവായിരുന്നത് VV രാജേഷാണ്. ഇവിടെ VV രാജേഷിനാണ് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നത്. സ്വാഭാവികമായും സംഘടന ചലിപ്പിച്ചത് VV രാജേഷാണ്. ശാഖയെ പോയി നിക്കറിട്ടിട്ടല്ല സുരേഷ് ഗോപി തൃശ്ശൂർ MP ആയത് കേട്ടോ. അതുകൊണ്ട് എന്താ ഒരു ജില്ലാ പ്രസിഡന്റിന് അവിടെ ഇരുന്ന പ്രതിപക്ഷ നേതാവിന് നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രഭാവമുണ്ട് VV രാജേഷ്. അല്ലെ, എന്താ VV രാജേഷ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു ശ്രീലേഖയാണെങ്കിൽ BJP ഓരോ സ്ഥാനത്ത് ഇരുത്താൻ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയം ഒരു മാനദണ്ഡമാക്കാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ടൈം ഗിരികുമാറായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ. അതിനേക്കാൾ സീനിയറായ ആളുകൾ പാർട്ടിയിലുണ്ടായിരുന്നു. അത് RSS തീരുമാനം. 40 സീറ്റേ ആയിട്ടുള്ളൂ. ഇനിയും വേണം 11 സീറ്റ്.